ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് ധനഹാകാലം 8-ാം ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. ഇത് വലിയൊരു എളിമയുടെ മത്സരമാണത്. സ്നാപയോഹന്നാൻ എന്ന് പറയും, ഈശോയെ, നിന്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈശോ അതിനേക്കാളും കുറേ എളിമപ്പെട്ട് പറയും, യോഹന്നാനെ, നീ എന്നെ ഒന്ന് സ്നാനപ്പെടുത്തിയേ. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അടിമയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യജമാനൻ്റെ ചെരുപ്പ് പിടിക്കാനൊക്കെയുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നത് ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നാണ്. അടിമയെക്കാളും താഴ്ത്തപ്പെട്ടവനായിട്ട് സ്വയം കരുതുന്ന വലിയൊരു എളിമയുടെ ഒരു മനുഷ്യനായിട്ടാണ് യോഹന്നാനായിട്ട് വരുന്നത്. ഈശോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യത്തിൽ, സ്ത്രീകളിൽ നിന്നും ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ശ്രദ്ധിക്കണം, സ്ത്രീകളിൽ നിന്നും ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പോൾ ഈശോ യോഹന്നാനേക്കാൾ വലിയവനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ കന്യകയിൽ നിന്നും ജനിച്ചവനാണ്. ഒരു വ്യക്തി പറയുന്ന കാര്യം അത് സത്യമാവുന്നത് വേറൊരു വ്യക്തി അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഉണ്ടെങ്കിൽ അതിനൊരു ആധികാരികതയുണ്ട്. യോഹന്നാൻ്റെ എളിമയെക്കുറിച്ച് സാക്ഷ്യപ്പെടുന്നത് ഈശോയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മെക്കുറിച്ച് ഈശോ എങ്ങനെയായിരിക്കും സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത്. എളിമയുടെ മനോഭാവം നമുക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും, ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഇന്നത് ചെയ്യാറുണ്ട്, ഇന്ന പ്രവൃത്തി ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈശോ നമ്മുടെ പ്രവൃത്തിയെ എങ്ങനെ സാക്ഷ്യപ്പെടുത്തുമെന്ന് ചിന്തിക്കാനായിട്ട് ഈ ഒരു വചനഭാഗം നമ്മോട് പറയുന്നുണ്ട്. യോഹന്നാൻ യഥാർത്ഥത്തിൽ ഈശോയ്ക്കൊരു വഴികാട്ടിയായിരുന്നു. യോഹന്നാൻ നൽകിയ സ്നാനത്തെക്കുറിച്ച് പറയുക, അത് അനുതാപത്തിൻ്റെ സ്നാനമാണ്. ഈശോ നൽകിയതാകട്ടെ ആത്മാവിനാലുള്ള സ്നാനമാണ്. സഭപിതാവായ അംബ്രോസ് പറയും, അനുതാപം ഉണ്ടെങ്കിലേ കൃപ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കൃപയുണ്ടെങ്കിലേ അനുതാപം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് രണ്ടും ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, ഈശോയെ, യഥാർത്ഥമായ അനുതാപത്തോടെ നിന്റെ കൃപ സ്വീകരിക്കാനായിട്ട് എന്നെ ഒരുക്കണമേ. നമുക്കിതിന് സാധ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ അറിയണം. അതിന് ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുക. അതിനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാനായിട്ട് ഈ വചനഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നാപയോഹന്നാന്റെ ജീവിതത്തിലുള്ള എളിമ കൊണ്ട് ദൈവം സ്നാപകനെ ഒത്തിരിയേറെ വളർത്തുന്നുണ്ട്. വചനം പറയും, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രകാരം പറയും, അനേകം പ്രവാചകന്മാർ ഇത് കാണാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ അവർക്കൊന്നും സാധിച്ചില്ല. ഇതിന് സാധ്യമായത് സ്നാപയോഹന്നാനാണ്. ഒത്തിരിയേറെ പ്രവാചകന്മാർ ഈശോയെക്കുറിച്ചേക്കും പറയുന്നുണ്ട്, ഒരു ശക്തനായ പ്രവാചകൻ വരുന്നേക്കും. സ്നാപയോഹന്നാൻ അതേക്കുറിച്ച് ഇതേ കാര്യം തന്നെ സ്നാപയോഹന്നാനും പറയുന്നുണ്ട്. പക്ഷേ സ്നാപകന് പ്രവചിക്കാൻ മാത്രമല്ല, ഈശോയുടെ കാലഘട്ടത്തിൽ ആയിരിക്കുവാനും നേരിട്ട് കാണുവാനുള്ള സാക്ഷി ലഭിച്ചിട്ടുണ്ട്. നമ്മളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ഈശോയെ, നിന്നെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ നീ സജീവമായിട്ട് നിത്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നു, വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ബോധ്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുവാനായിട്ട് കൃപ നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുക. നമുക്കറിയാം, ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. 15-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ കീർത്തനാണ്, ദൈവമേ, ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് രക്ഷിച്ചതിന്. അത് പറഞ്ഞു കഴിഞ്ഞ് അവർ ചെങ്കടൽ കടന്ന് നടക്കുന്ന 3 ദിവസത്തെ യാത്രയ്ക്കുള്ളിൽ അവർ ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ട്. കുടിക്കാനായിട്ട് വെള്ളം കിട്ടാണ്ടാവുമ്പോൾ അവർ മോശയോട് പിറുപിറുക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനു പഠിക്കുക കൊണ്ടുവന്നേ. എന്നിട്ട് അവർക്ക് ഒരു വെള്ളം കിട്ടി, അത് കയ്പുള്ള വെള്ളമായിരുന്നു. ആ സ്ഥലത്തിന് അവർ മാറ എന്ന് പേരിട്ടു. അപ്പം മോശയോട് ജനം പിറുപിറുക്കുമ്പോൾ ദൈവം പറയും, ഞാൻ നിനക്കൊരു വടി തരാം, നീ ആ വടി കൊണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മധുരിക്കുന്ന വെള്ളമായിട്ട് മാറും. ഓക്കെയാണ്. മോശ അപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹമായിട്ട് മാറ്റും. നമുക്കും ആഗ്രഹിക്കാം, ദൈവമേ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണോ എന്ന്. ഇസ്രായേൽക്കാരുടെ ജീവിതം പോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. ദൈവം ഒത്തിരിയേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ നൽകിയിട്ടും പെട്ടെന്ന് നമ്മൾ ഷടയെന്നത് മറന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ് എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആ വചനം അവസാനിക്കുക. ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്ന നിമിഷങ്ങൾ, തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഏറ്റുപറഞ്ഞ് ഈശോയെ അനുതാപമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയണം, ഈശോയെ, എനിക്ക് തെറ്റിപ്പോയെന്ന്. അപ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ കൃപകൾക്ക് നമ്മൾ കാരണക്കാരായിട്ട് മാറുക. ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ്ലിഹ എഫെസോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നത് പ്രകാരമാണ്, ദൈവമേ, ഒത്തിരിയേറെ നന്ദിയുണ്ട്. കാരണം വചനം പ്രഘോഷിച്ച് കേട്ട അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ച് ദൈവം നന്ദി പറയുന്നു.
സ്ലീഹ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകണമേ, അവരുടെ ഹൃദയത്തേക്കും കണ്ണിനെയും തുറക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ ഒത്തിരിയേറെ നന്ദിയുണ്ട് നിന്റെ വചനം കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടവരുത്തിയതിനെ ഓർത്ത്. ഈശോ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുവാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈശോയെ ഞങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ ഹൃദയം നൽകി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വചനം കേൾക്കാനായിട്ട് തുറക്കണമേ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എളിമയുള്ള ഹൃദയത്തോടെ അൾത്താരയിലേക്ക് തിരിയുവാനായിട്ട് ഈ ധനഹാക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ വാക്കുകൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.